നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ. ഞാനിന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എക്സ് മുസ്ലിംസിനെ പറ്റി ഒരു പരാമർശം നടത്തിയുണ്ട്. ആ പരാമർശം കേട്ടിട്ട് പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു വളരെ കറക്റ്റാണെന്ന്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, മണിക്കൂറുകൾ പറഞ്ഞാൽ പോലും തീരത്തില്ല. എന്നാലും വളരെ കുറച്ച് കാര്യം മാത്രം ഞാൻ പറയാം. അതായത് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഈ എമുക്കൾ അല്ലെ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നത്, അവർ ആദ്യം തൊട്ടേ പറയുന്ന അവരുടെ ഒരു വാദമാണ് ഇസ്ലാം മതം മോശമാണ്, അതിനകത്തൊരു ഒരുപാട് അടിമത്തമുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും, പുറത്തേക്ക് വരുന്ന ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, അതുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും ആയിട്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സംഘടനയും രൂപീകരിച്ചു, എക്സ് മുസ്ലിം സംഘടന എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ അതൊരു മതമാണ്, എക്സ് മുസ്ലിം മതം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കിപ്പം മനസ്സിൽ വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് ധൈര്യവും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഈ കാര്യം ഒരു പക്ക ഫേക്കാണ്. കാരണം ഞാൻ പറയാൻ വന്നത്, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാളും ഇവിടെ ഒറ്റപ്പെട്ടിട്ടില്ല. ഇസ്ലാം മതത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ ഇസ്ലാം മതത്തിൻ്റെ വാതിലുകളും വാതായനങ്ങളും ഈ മഹാപ്രപഞ്ചം പോലെ വിശാലമാണ്. അതിനകത്തേക്ക് ആർക്ക് വേണേലും കടന്നു വരാം, അതിനകത്ത് നിന്ന് ആർക്ക് വേണേലും പുറത്തേക്ക് പോകാം. അതൊന്നും ഒരു വിഷയമില്ല. ആ ചരിത്രത്തിൽ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പലരും കടന്നു വന്നിട്ടുമുണ്ട്, പലരും പുറത്തേക്ക് പോയിട്ടുമുണ്ട്. അതൊക്കെ പൗരൻ്റെ പൗരസ്വാതന്ത്ര്യമാണല്ലോ, ഭരണഘടന ഉറപ്പ് നൽകുന്ന, അല്ലാതെ എക്സ് മുസ്ലിംസ് നൽകുന്ന അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നുമല്ല. ഈ മതം സ്വീകരിക്കാനും മതം ഉപേക്ഷിക്കാനും അതുപോലെ യുക്തിവാദിയാവാനും ഒക്കെ ഉള്ള അവകാശം അത് ഭരണഘടന നൽകുന്നതാണ്. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. എത്രയോ ആളുകൾ സമൂഹത്തിൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, എത്രയോ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് പോയി. അതിലൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്? എനിക്ക് തന്നെ പരിചയമുള്ള എത്രയോ സുഹൃത്തുക്കൾ, എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ 10-35 വയസ്സ് വരെ ഇസ്ലാം മതത്തിനകത്ത് ജീവിച്ച് പള്ളിയിലൊക്കെ പോയി ജീവിച്ചിട്ട് പിന്നീട് അവർ പുറത്തേക്ക് വന്നു. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ വിളിച്ച് വല്ല താക്കീത് നൽകുകയോ അല്ലെങ്കിൽ ചില സമയത്ത് വല്ല വിരട്ടുകയോ വല്ലതും ഒക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്, സ്വാഭാവികമാണ്. അതിന് നമുക്കെതിരാണ്, അത് നമ്മൾക്ക് എതിരാണ്. തീർച്ചയായിട്ടും ക്രിസ്തു മതത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുമ്പോഴും അവരുടെ സഭയും പള്ളിയിലച്ചന്മാരും ഒക്കെ പലപ്പോഴും വിളിച്ച് ഉപദേശിക്കുകയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്, എവിടെയും സംഭവിക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അവരോട് ആത്യന്തികമായിട്ടൊരു വിദ്വേഷം, ഒരിക്കലും ഒരു വിദ്വേഷമോ ദേഷ്യമോ വെച്ച് പുലർത്തത്തില്ല ആരും. പക്ഷെ ഇവരിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊരു വോയിസ്, അതായത് ഇസ്ലാമിനെ ഭീകരവൽക്കരിച്ച് കാണിക്കണം. അതിനുവേണ്ടി പലരുടെ കയ്യിൽ നിന്ന് പലരും പ്രേരിപ്പിച്ച് കച്ചകെട്ടി ഇറക്കിയും പലരുടെ കയ്യിൽ നിന്നും അച്ചാരം മേടിച്ചും ഒക്കെ സമൂഹത്തിലൊരു ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കരുതി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് ഇവർ. അങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്ന, അല്ലാതെ മറ്റൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ അവർ പറയുന്നുണ്ട് ഇസ്ലാം മതം മോശമാണെന്ന്. അപ്പം ഇസ്ലാം മതം മോശമാണെങ്കിൽ ഇപ്പോൾ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സംസ്കാരവും ആ മതത്തിൻ്റെ ജീവിത രീതിയും ഒക്കെ വളരെ മോശമാണ് എങ്കിൽ ഈ യുക്തിവാദികൾക്ക് ഒരു പുതിയ മതം അവർക്ക് മുമ്പോട്ട് വെക്കാം. കാരണം അവർക്ക് പുതിയൊരു ഇസ്ലാമിനകത്തും പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ മോശമാണ് എങ്കിൽ അവർക്ക് നല്ലത് ഏതാണ് എന്ന് അവർക്ക് സമൂഹത്തിന് മുമ്പ് ജീവിച്ച് കാണിച്ചു കൊടുക്കാം. പുതിയൊരു മതം അല്ലെങ്കിൽ പുതിയൊരു ജീവിത രീതി, ഇസ്ലാമിനേക്കാൾ ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു ജീവിത രീതി, ഒരു മതം, ഒരു സംസ്കാരം
കുറേ മൂല്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ നേതൃത്വത്തിൽ, ലിയാഖത്ത് അലിയുടെ നേതൃത്വത്തിൽ, ജബ്ബാറിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ വല്ല സംസ്കാരങ്ങളും ഒന്ന് മോശമാണെങ്കിൽ മറ്റൊന്നിപ്പം ഹിന്ദുമതത്തിലെ പൗരോഹിത്യം മോശമായിരുന്നത് കൊണ്ടാണ് പുറത്തേക്ക് വന്ന് ശ്രീബുദ്ധനും ജൈനനും സിഖും ഒക്കെ ഗുരുനാനാക്കും ഒക്കെ പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ വല്ല സംസ്കാരങ്ങളും മുമ്പോട്ട് വെക്കാനുണ്ടോ ഓർക്ക്? എന്നാൽ അങ്ങനെ ഒരു സംസ്കാരം മുമ്പോട്ട് വെച്ച് സമൂഹത്തിൽ ആളുകൾക്ക് മാതൃകയായി പുതിയൊരു മതം, പുതിയൊരു ജീവിത രീതി കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം അവർ നിന്നിരുന്ന ആ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അതിനെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അത് വളരെ മോശമാണ്. വളരെ എന്താ പറയുന്നത്, വളരെ തരം താഴ്ന്ന ഏർപ്പാടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു ജീവിതം, ഇസ്ലാം മോശമാണെങ്കിൽ പുതിയൊരു ജീവിത രീതി ഈ ചറ്റകൾക്ക് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാനുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു ജീവിത രീതി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, എപ്പോൾ വേണമെങ്കിലും കള്ളു കുടിക്കാം, വ്യഭിചരിക്കാം, ആരോടൊത്ത് വേണമെങ്കിലും വിവാഹ ജീവിതം വേണ്ട, അല്ലാതെ എന്താ പറയുക, തോന്നിയ പോലെ ആർക്ക് വേണേലും നടക്കാം, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അമ്മയുടെ കൂടെയും കിടക്കാം, അച്ഛൻ്റെ കൂടെ, അമ്മയ്ക്ക് മകൻ്റെ കൂടെയും കിടക്കാം, അച്ഛന് മകളുടെ കൂടെയും കിടക്കാം, സഹോദരൻ്റെ കൂടെയും കിടക്കാം എന്നൊക്കെയുള്ള ആശയങ്ങളായിരിക്കും ഈ പറഞ്ഞ ആളുകളൊക്കെ മുമ്പോട്ട് വെക്കാൻ പോകുന്ന പുതിയൊരു ജീവിത രീതി. കള്ളു കുടിക്കാം, പുകവലിക്കാം, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാം, എങ്ങനെ ജീവിതത്തിൽ എന്താ പറയുക കൂത്താടി ജീവിക്കാം, അതൊക്കെയായിരിക്കും അവർ മുമ്പോട്ട് വെക്കാൻ പോകുന്ന പുതിയൊരു മതം. അതായിരിക്കും എക്സ് മുസ്ലിം മതം അല്ലെങ്കിൽ യുക്തിവാദി മതം എന്ന് പറയുന്നത്. കാരണം ഈ സമൂഹത്തിലെ യുക്തിവാദികളോട് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ യുക്തിവാദികളാണ് എങ്കിലും അവർക്കൊരു അന്തസ്സ് അവർ കാത്തു സൂക്ഷിച്ചിരുന്നു ഇതുവരെ. പക്ഷേ ഇവരെ പോലുള്ള ഈ എക്സ് മുസ്ലിം യുക്തിവാദികൾ വന്നതോടുകൂടി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുക്തിവാദികളോടുള്ളൊരു ബഹുമാനം പോയി. കാരണം പണ്ടൊക്കെ ആയിരുന്നു യുക്തിവാദികൾ ഒരു മതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെല്ലാ മതങ്ങളും മോശമാണ്, എല്ലാ മതവും കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സ്വതന്ത്ര ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട്, ഈശ്വരനില്ല എന്നൊക്കെ പറയുന്ന അതൊക്കെ തെളിയിക്കാനായിട്ട് അവർ മുമ്പോട്ട് പോവുകയും അവർ സമൂഹത്തിലെ പുതിയൊരു ജീവിത രീതിയിലൂടെ മതവിശ്വാസികൾ പലപ്പോഴും ജീവിതത്തിൽ വഴിതെറ്റി പോകുമ്പോഴും അവർ വഴിതെറ്റി പോകാതെ മാതൃകയായിട്ട് നിൽക്കുകയുണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അത് ഞാൻ പറയാറുണ്ടല്ലോ. കാരണം മതപുരോഹിതർ ആളുകളെ പീഡിപ്പിച്ചപ്പോഴും യുക്തിവാദികൾ സമൂഹത്തിൽ അങ്ങനെയൊന്നും ചെയ്യാതെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ എക്സ് മുസ്ലിം യുക്തിവാദികൾ വന്നതോടുകൂടി യുക്തിവാദികളോടുള്ളൊരു ബഹുമാനമാണ് നമുക്ക് നഷ്ടമായത്. കാരണം യുക്തിവാദികളുടെ വിലയാണ് ഇവർ കളഞ്ഞത്. കാരണം ഒരു മതം മോശമാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്, അതാണ് വേണ്ടത്. ഒരു മോശമായിട്ടുള്ള സ്ഥാനം ഉപേക്ഷിച്ച് കടന്നുപോയ ആ സ്ഥാനം വീണ്ടും പേരിൻ്റെ ബാക്കിൽ ഇപ്പോൾ എക്സ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ പുറത്ത് തേച്ച ചാണകങ്ങളായവന്മാരെ, ഇസ്ലാം മതത്തിൻ്റെ പുറത്ത് തേച്ച ചാണകമാണ് ഇവന്മാർ. അതുകൊണ്ട് എക്സ് മുസ്ലിം എന്ന പേര് വെക്കുമ്പോൾ തന്നെ ഇസ്ലാമിന് നാണക്കേടാണ്. ഇവർക്ക് പക്ഷേ അഭിമാനമാണ് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം മതം മോശമാണ്, എന്നാൽ എക്സ് മുസ്ലിംസ് എന്ന് പേര് വെക്കുന്നത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇസ്ലാം മതത്തിനും മുസ്ലിങ്ങൾക്ക് നാണക്കേടാവന്മാർ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇവർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നത് പോലെ, വിമോചന സമരത്തിന് നേതൃത്വം നൽകുന്നത് പോലെ ഒക്കെയാണ് ഇവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് എന്താ പറയുന്നത്, പുറത്തേക്ക് വരുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, പുറത്തേക്ക് വരുന്നവർ ഒറ്റപ്പെടുന്നു. ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകൾക്ക്, പെൺകുട്ടികൾക്ക് പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവന്മാരോട് ഇല്ലെങ്കിലും ആളുകൾക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, അകത്തേക്ക് പോകണം. അതിനെന്തിനാണ് യുവന്മാർ? അപ്പം എന്താ പറയുന്നത്, അതിൻ്റെ പേരിൽ, ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ഒന്ന് എന്താ പറയുന്നത്, എന്തോ ഒരാളാവും. ഇസ്ലാം മതം ഇല്ലെങ്കിൽ ഇവരാരും ഇല്ലല്ലോ. എന്നാലോചിച്ച് നോക്കാം. ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ, അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ, അവരൊറ്റപ്പെടുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കാനാണ് ഇവർ ഈ സംഘടന രൂപീകരിച്ചത്, അല്ലെ ഇവരുടെ കൂട്ടായ്മ എങ്കിൽ. ഇസ്ലാം മതം ഇല്ലെങ്കിൽ പിന്നെ ഇവരില്ലല്ലോ. അപ്പോൾ അവിടെയും ഇവരുണ്ടാവാൻ കാരണവും ഇവർക്ക് ഇങ്ങനൊരു സംഘടന എന്ന പേരിൽ സമൂഹത്തിന് മുമ്പിൽ വലിയ ആളായിട്ട് നിൽക്കാൻ സാധിക്കുന്നതും ഇസ്ലാം മതം ഉള്ളതുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അല്ലാതെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനല്ലല്ലോ, ക്രിസ്തു മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനല്ലല്ലോ.
അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എന്താ പറയുന്നത് വലിയ എന്തോ ഒരു സംഭവം, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തോ വലിയൊരു എന്താ പറയുന്നത് വലിയൊരു ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു, അതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറും ചീപ്പ് പോപ്പുലാരിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ ജനങ്ങൾ ഇതൊക്കെ നിർത്തലാക്കണം. അന്തസ്സുണ്ടെങ്കിൽ, അന്തസ്സുള്ള എന്താ പറയുക കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇവരൊക്കെ ഇതൊക്കെ നിർത്തി വെക്കണം. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലെയാണ് ഇവരൊന്നും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ ജനങ്ങൾക്ക് എന്താ പറയുക ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന വലിയ സമരയോദ്ധാക്കളോ അല്ലെങ്കിൽ വലിയ പ്രവർത്തകരോ ഒന്നുമല്ല. മറിച്ച് ഇസ്ലാം മതത്തിൻ്റെ പേരെടുക്കാൻ വന്ന കുറച്ച് ആളുകൾ, നിങ്ങൾ അതായത് എക്സ് മുസ്ലിംസ്, നിങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ പേരെടുക്കാൻ വന്നതും ഇസ്ലാം മതം ഉള്ളതുകൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നതും ഇസ്ലാം മതം ഉള്ളതുകൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ എന്തെങ്കിലുമായി ഇരിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയച്ച് വീണ്ടും ആ മതത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അത് ജനങ്ങൾക്കറിയാം നന്നായിട്ട്. അല്ലാതെ നിങ്ങളുടെ വിചാരം നിങ്ങൾ എന്തോ വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് ജനങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇസ്ലാമിനേക്കായി ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു സംസ്കാരം, ഒരു മതം, ഒരു ജീവിത രീതി നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെക്കാം. അതല്ലാതെ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലല്ലോ വേണ്ടത്. മറിച്ച് അതിനേക്കാൾ ഗംഭീരമായ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിഞ്ഞെടുത്ത് പുറത്തേക്ക് കാണിക്കട്ടെ. ഒരെണ്ണത്തിനേക്കാൾ ഇപ്പോൾ ഒരു ഇസ്ലാം മതം എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ എന്താ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു പ്രത്യാശാസ്ത്രത്തിനേക്കാൾ, ഒരു ആദർശത്തിനേക്കാൾ, ഒരു ദൈവവിശ്വാസത്തിനേക്കാൾ ഗംഭീരമായ ഒരു ജീവിത രീതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തെടുക്കാതിരിക്കരുത് ഒരിക്കലും. അത് പുറത്തെടുക്കുക തന്നെ ചെയ്യണം. അത് പുറത്തെടുത്തില്ലേ ജനങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തീരും. ഓക്കെ, നന്ദി, നമസ്കാരം.